എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിൽ നിന്ന് ചോദിച്ചു കാണുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ ഇൻവെൻഷൻസ്, പേറ്റൻസ്, പുതിയ ടെക്നോളജി ട്രാൻസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സുമായി ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മൈക്രോ LED. അപ്പോൾ സാംസങ്ങിൻ്റെയൊക്കെ പൈനിയേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മൈക്രോ LEDയിൽ സാംസങ്ങിനെയാണ് പൈനിയേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെയധികം അവർ മുമ്പിലാണെങ്കിൽ ടെക്നോളജിയിൽ. അപ്പോൾ മൈക്രോ LED എന്താണ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ആ ഡിസ്പ്ലേയുടെ മൈക്രോ LED ഡിസ്പ്ലേയുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മറ്റുള്ള നോർമൽ ഡിസ്പ്ലേയിൽ നിന്ന് അതിന് എത്രമാത്രം വ്യത്യാസം ഉണ്ടാക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ LEDs are self-illuminating diodes that have brighter and better color reproduction than organic light emitting diode display technology. അപ്പോൾ ഇതിൽ ചോദ്യം വരാൻ, ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആർ മോർ ബ്രൈറ്റർ ആൻഡ് ഷാർപ്പർ ഇൻ കളർ റീപ്രൊഡക്ഷൻ. ഓർഗാനിക് LEDs ആണ് കൂടുതൽ നന്നായിട്ട് കളർ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഡിസ്പ്ലേയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓർഗാനിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ, ഓർഗാനിക് LEDസിനെ കുറിച്ചോ മൈക്രോ LEDസിനെ കുറിച്ചോ അറിയില്ലെങ്കിൽ നമുക്ക് ആ ചോദ്യം തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മൈക്രോ LEDs ആർ സെൽഫ് ഇല്യൂമിനേറ്റിംഗ് ഡയോഡ്, സ്വന്തമായിട്ട് ഇല്യൂമിനേറ്റ് ചെയ്യുന്ന ഡയോഡുകളാണ്. അതുകൊണ്ട് തന്നെ കളർ റീപ്രൊഡക്ഷൻ ഏതാണ് നല്ലത്? മൈക്രോ LEDസിനാണ് നല്ലത്, ഓർഗാനിക് LEDിനെക്കാളും. The basis of micro LED technology are sapphires. A sapphire can shine on its own forever. A micro LED screen is filled with such small but strong light. The picture in a micro LED screen is generated by several individual light emitting diodes. അപ്പോൾ സഫയർ പോലുള്ളൊരു ഇൻഡിവിജ്വൽ സെൽഫ് ഇല്യൂമിനേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഡയോഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്തിൽ ഉപയോഗിക്കുന്നത്? മൈക്രോ LED ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. സാംസങ് ദ പൈനിയർ ഇൻ മൈക്രോ LED ടെക്നോളജി എക്സ്പ്ലെയിൻഡ് ഇൻ എ വീഡിയോ ദാറ്റ് എ മൈക്രോ LEDs are as small as cutting a centimeter of hair into 200 smaller pieces. ഹെയറിൻ്റെ 1 സെൻറ്റിമീറ്റർ ഹെയർ എടുത്തിട്ട് 200 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പറയുന്ന എന്താ പറയുക, അത്രയധികം ചെറുതാണ് ഈ മൈക്രോ LED ടെക്നോളജി. അപ്പോൾ അത്രയധികം സ്ലീക്കായിരിക്കും. അതുപോലെ തന്നെ കളർ റീപ്രൊഡക്ഷൻ്റെ എല്ലാം കാര്യത്തിലും അതുപോലെ തന്നെ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലും വളരെയധികം മുന്നിലാണ്. Each of these micro LEDs are semiconductors that receive electric signals. Once these micro LEDs are gathered, they form a module. അപ്പോൾ ഈ മൈക്രോ LEDs 200 കഷ്ണങ്ങളായി, 1 സെൻറ്റിമീറ്ററിന് 200 കഷ്ണങ്ങളാക്കുന്നത് പോലെയുള്ള വളരെ ഫൈനായിട്ടുള്ള LEDs, മൈക്രോ LEDs കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു മൊഡ്യൂൾ ആവുന്നു. ദേ ഫോം എ മൊഡ്യൂൾ. സെവറൽ മൊഡ്യൂൾസ് ആർ ദെൻ കമ്പൈൻ ടു ഫോം സ്ക്രീൻസ്. അപ്പോൾ ഒരുപാട് മൊഡ്യൂളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് ചെയ്യും? സ്ക്രീൻസ് ആവും, അല്ലേ? സ്ക്രീൻ ആവും. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണ്? മൈക്രോ LED ഡിസ്പ്ലേസ് എ ബ്രൈറ്റർ, ഹാവ് ബെറ്റർ കളർ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊവൈഡ് ബെറ്റർ വ്യൂയിങ് ആംഗിൾസ്. വളരെയധികം നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്, എക്സ്ട്രീം ആയിട്ടുള്ള വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റർ ആണ്, ബെറ്റർ കളർ റീപ്രൊഡക്ഷനും ഉണ്ട്. ദേ മേക്ക് ഇമേജസ് അപ്പിയർ ഇഫ് ദേ ഹാവ് പെയിൻറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ഡിവൈസ് ഗ്ലാസ് ആൻഡ് ആർ ക്വൈറ്റ് ദ ടെക്നോളജിക്കൽ ഫീറ്റ് അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട് ബൈ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ്? ദേ മേക്ക് ഇമേജസ് അപ്പിയർ ഇഫ് ദേ ഹാവ് പെയിൻറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ഡിവൈസ് ഗ്ലാസ്. അപ്പോൾ ഡിവൈസിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തതുപോലെയാണ് ഇമേജസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. അത്രയധികം ഭംഗിയിലാണ് ഈ മൈക്രോ LED ടെക്നോളജി ഈ പറയുന്ന ഡിസ്പ്ലേസിൽ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത്. മൈക്രോ LEDs ഹാവ് ലിമിറ്റ്ലെസ് സ്കെയിലബിലിറ്റി ആസ് ദേ ആർ റെസൊല്യൂഷൻ ഫ്രീ, ബെസൽ ഫ്രീ, റേഷ്യോ ഫ്രീ ആൻഡ് ഈവൻ സൈസ് ഫ്രീ. അത്രയധികം കോമ്പാറ്റബിൾ ആയിട്ടുള്ള, അത്രയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു രീതിയിലാണ്, ഭയങ്കര ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഫീറ്റാണ് ഈ പറയുന്ന സാംസങ് ഒക്കെ പൈനിയർ ചെയ്തിരിക്കുന്ന ഈ മൈക്രോ LED ടെക്നോളജി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നു, ഓർഗാനിക് LEDs ആണ് കൂടുതൽ ബ്രൈറ്റർ മൈക്രോ LEDിനേക്കാളും എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേർഡ്സ് വെച്ച് നമുക്ക് രണ്ടും അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജീസ്, ഇപ്പോൾ സാറ്റലൈറ്റ്സ്, പുതിയ ഈ പറഞ്ഞ ISROയുടെ മിഷൻസ്, നാസയുടെ മിഷൻസ്, അതുപോലെ തന്നെ ഡിഫൻസ് എക്സസൈസസ്, അതുപോലെ പുതിയ ടെക്നോളജി, ട്രാൻസിഷൻ ഓഫ് ടെക്നോളജി, പേറ്റൻസ്, GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്സ്, അതൊക്കെ എന്താണ് പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൈക്രോ LED എന്ന സെഷൻ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.